സിനിമയിലെ ഒരു ഹീറോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ആദ്യം വരുന്നത്? സിക്സ് പാക്ക്, തീപ്പൊരി ഡയലോഗുകൾ, ഇടിച്ചു പറത്തുന്ന ഫൈറ്റ് സീൻ, ഇതൊക്കെയാണോ? എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഒന്ന് സംസാരിക്കുക, അതായത് ഒന്ന് ഉറക്ക സംസാരിക്കുക പോലും ചെയ്യാതെ വെറും കണ്ണുകൾ കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു നടനെ പറ്റി ഒന്ന് ആലോചിച്ചു. 2002 ആദ്യ സിനിമ പരാജയപ്പെട്ടു. അതോടെ അദ്ദേഹം സിനിമയിൽ നിന്ന് അപ്രത്യക്ഷനായി. 7 വർഷങ്ങൾ പൂർണ്ണമായ നിശബ്ദത, പിന്നെ ഒരു മടങ്ങി വരും, അതും ഒരു കൊടുങ്കാറ്റ് പോലെ അതേ ഇൻഡസ്ട്രിയിലേക്ക്. അതോടെ മാറിയത് ഒരു നടന്റെ കരിയർ അല്ല, മലയാള സിനിമയിലെ ഹീറോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ്. എങ്ങനെയാണ് സംസാരം കുറച്ച് ഓരോ നോട്ടം കൊണ്ടും ചലനം കൊണ്ടും ഫഹദ് ഫാസിൽ മലയാളികളുടെ ഹീറോ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയത് നമുക്ക് നോക്കാം. ഫഹദ് ഫാസിലിന്റെ കരിയർ തുടങ്ങുന്നത് തന്നെ വലിയൊരു വീഴ്ചയിൽ നിന്നാണ്. പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ മകൻ എന്ന ലേബലിൽ വന്ന കയ്യെത്തും ദൂരത്ത് ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് മാത്രമല്ല, പരാജയത്തിന് ശേഷം ഫഹദ് സിനിമയിൽ നിന്ന് ഒരു ലോങ് ബ്രേക്ക് എടുത്തു, അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയി. പലരും കരുതി ഈ നടൻ ഇനി തിരിച്ചു വരില്ല. പക്ഷേ 2009 കേരള കഫയിൽ ഒരു ചെറിയ റോളിലൂടെയുള്ള തിരിച്ചുവരവ്, ഒരു 1.5 വരവ്, പിന്നീട് ചാപ്പാ കുരിശ്, 22 ഫീമെയിൽ കോട്ടയം, ഡയമണ്ട് നെക്ലസ് പോലുള്ള സിനിമകളോട് ഫഹദ് ഒരു കാര്യം ഉറപ്പു: ഞാൻ ഇവിടെ ഒരു ചോക്ലേറ്റ് ഹീറോ ആകാനല്ല, പച്ചയായ മനുഷ്യരുടെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് വന്നത്. നെഗറ്റീവ് ഷെയ്ഡുള്ള, നമ്മളെ പോലെ കുറവുള്ള റോളുകൾ അദ്ദേഹം ധൈര്യമായി തെരഞ്ഞെടുത്തു. റിയലിസ്റ്റിക് ആയ അഭിനയവും നാച്ചുറലായ കഥാപാത്രങ്ങളും ഫഹദിന്റെ സിഗ്നേച്ചറായി മാറി. ഈ തിരഞ്ഞെടുപ്പുകളാണ് യഥാർത്ഥത്തിൽ ഫഹദ് ഫാസിൽ നടനെ രൂപപ്പെടുത്തിയത്. ഫഹദ് ഫാസിന്റെ ഏറ്റവും വലിയൊരു കഴിവ് അധികം ഡയലോഗ് ഇല്ലാതെ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലെ ലോകം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നതാണ്. ഇതിന് ശരിക്കും ഉദാഹരണമാണ് തൊണ്ടി മുതൽ ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ പ്രസാദ് എന്ന കള്ളന്റെ റോൾ. ഫഹദ് ഫാസിന് കുറച്ച് സംഭാഷണം മാത്രമേ സിനിമയുള്ളൂ, എന്നിട്ടും ആ കഥാപാത്രത്തിന്റെ നിസ്സഹായത, പേടി, കുറ്റബോധം, രക്ഷപ്പെടാനുള്ള വെപ്രാളം, ഇവയെല്ലാം ഫഹദ് നമ്മളിലേക്ക് എത്തിച്ച വെറും കണ്ണുകളും ശരീരഭാഷയും കൊണ്ട് മാത്രമാണ്. ആ പോലീസ് സ്റ്റേഷനിലെ സീനിൽ ഒന്ന് ഓർത്തു നോക്കിയറിയാം. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്നുണ്ടെങ്കിലും പിടികൊടുക്കാതെ നിൽക്കുന്ന കള്ളന്റെ കൗശലം അയാളുടെ കണ്ണുകളുണ്ട്. മാല വിഴുങ്ങിയോ എന്ന ചോദ്യത്തിന് ഒരു വാക്ക് പോലും ഇണ്ടാതെ കണ്ണുകളിലെ ഒരു ചെറിയ പടച്ചിൽ കൊണ്ട് അയാൾ ആ കുറ്റം സമ്മതിക്കുന്നു. ഇതിനെയാണ് മൈക്രോ എക്സ്പ്രഷനുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിന്റെ ചെറിയൊരു അംശം കൊണ്ട് മുഖത്ത് മിന്യമായുന്ന ഭാവങ്ങൾ. ഈ ഭാവങ്ങൾ ആ കഥാപാത്രത്തിന് ഉള്ളിൽ നമുക്ക് കൃത്യമായി കാണിച്ചു തരും. ഈ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയത് ഒരു അത്ഭുതമില്ല. ഡയലോഗ് ഇല്ലാതെ ഒരു കഥാപാത്രം എത്രത്തോളം ആഴത്തിൽ അവതരിപ്പിക്കുക എന്നതിന്റെ ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് സിനിമ. ഫഹദിന്റെ അഭിനയത്തിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകളാണ്. ഒരേ കണ്ണുകൾ കൊണ്ട് പ്രണയവും കോമഡിയും പേടിയും ഒരേപോലെ പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അന്നയും റസൂൽ എന്ന സിനിമയിലെ റസൂലിന് ഓർമ്മയില്ല. അന്നയെ ആദ്യമായി കാണുന്ന മുതൽ ആ കണ്ണുകളിൽ ഒരു പ്രണയം ഒളിച്ചു വെച്ചിരുന്നു. അധികം സംസാരിക്കാതെ ദൂരെ നിന്ന് അവളെ നോക്കുന്ന നോട്ടങ്ങളിൽ പ്രണയത്തിന്റെ തീവ്രതയും അതേസമയം ഒരു ചെറിയ ചമ്മലും നമുക്ക് കാണാൻ കഴിയും. സംഭാഷണത്തെക്കാൾ കൂടുതൽ ആ കണ്ണുകളാണ് നമ്മുടെ സംസാരം. അതേ കണ്ണുകൾ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ എത്തിയപ്പോഴോ അവിടെ നമ്മൾ കണ്ട് സാധാരണക്കാരന് നിഷ്കളങ്കമായ കോമഡിയാണ്. തല്ല് കിട്ടിയതിനു ശേഷം ചെരിപ്പിടാതെ നടക്കുന്ന മഹേഷിന്റെ ഓരോ ഭാവങ്ങളും പ്രതികാരം ചെയ്യാൻ തക്കം പാത്തിരിക്കുന്നതിലും ഫഹദ് വളരെ സ്വാഭാവികമായ കോമഡി നടത്തും. അദ്ദേഹത്തിന്റെ മുഖത്തെ ചെറിയ ഭാവമാറ്റം ആ കഥാപാത്രം നമ്മളെയൊക്കെ പ്രിയപ്പെട്ടവനാക്കി. എന്നാൽ ഈ കണ്ണുകൾക്ക് നമ്മളെ പേടിപ്പിച്ച് വിറപ്പിക്കാനും കഴിവെന്ന് കാണിച്ചുന്ന സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി. കംപ്ലീറ്റ് മാൻ എന്ന് സ്വയം വിളിക്കുന്ന ഷമ്മിയുടെ ഉള്ളിലെ സൈക്കോയെ ഫഹദ് പുറത്തു കൊണ്ടുവന്ന് കണ്ണുകളിലെ ചെറിയ മാറ്റങ്ങളോടാണ്. ആദ്യം വളരെ മാന്യനായി പെരുമാറുന്ന ഷമ്മിയുടെ നോട്ടം പതിയെ പതിയെ അധികാരവും ക്രൂരതയും നിറഞ്ഞ ഒന്നായി മാറുമ്പോൾ നമ്മൾ ഒരുതരം അസ്വസ്ഥത തോന്നി തുടങ്ങും. പ്രത്യേകിച്ച് ഷമ്മി ഹീറോയാണെന്ന് പറയുമ്പോഴും ബേബിയോട് സംസാരിക്കും ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന അപകടം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരേ കണ്ണുകൾ കൊണ്ട് പ്രണയവും ഭയവും ഒരുപോലെ കാണിക്കാൻ കഴിയുന്നിടത്താണ് ഫഹദ് എന്ന നടന്റെ റേഞ്ച്. സിനിമയിലെ ഹീറോ എന്ന എപ്പോഴും നന്മയുടെ പ്രതീകമായിരിക്കണം എന്ന കാഴ്ചപ്പാടിനെ ഫഹദ് പലതവണ പൊളിച്ചെഴുതി. അദ്ദേഹത്തിന് തന്നെ പല കഥാപാത്രങ്ങളും ശരിയും തെറ്റും കലർന്ന ഒരു നമ്മളെ പോലെയൊക്കെയുള്ള ഗ്രേ ഷെയ്ഡ് ഒക്കെ ഉള്ള മനുഷ്യരാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോജി എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം. അടിച്ചമർത്തപ്പെട്ട ജോജി എന്ന കഥാപാത്രത്തിന്റെ മാറ്റം ഫഹദ് ഗംഭീരം അവതരിപ്പിച്ചു. സിനിമയിൽ ഉടനീളം ജോജി അധികം സംസാരിക്കുന്നില്ല, പക്ഷെ അവൻ നിശബ്ദനല്ല. അവന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, അപകർഷതാബോധം, തോൽക്കുമോ എന്ന പേടി എല്ലാം പുറത്തു വിടുന്ന വാക്കുകളിലൂടെയല്ല, ശരീരഭാഷയിലൂടെയാണ്, മുഖത്തെ സൂക്ഷ്മമായ ഭാവങ്ങളിലൂടെയാണ്. ഒടുവിൽ അതേ നിശബ്ദത തന്നെയാണ് അവനൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. അച്ഛന്റെ മരണശേഷം അവന്റെ മുഖത്ത് ഭിന്നമായിരുന്ന ഭാവങ്ങൾ, ചേട്ടനോടുള്ള അടക്കി പിടിച്ച ദേഷ്യം, പിടിക്കപ്പെടുമോ എന്ന ഭയം, ഇതെല്ലാം തുറന്ന പുസ്തകം പോലെ ഫഹദ് നമുക്ക് മുന്നിൽ കാണിച്ചു. ജോജി ശരിക്കും ഒരു വില്ലനല്ല, സാഹചര്യം കൊണ്ട് ഇരുട്ടിലേക്ക് വീണുപോയ സാധാരണ മനുഷ്യനാണ്. ഇത്തരം ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ ഒരു മടിയുമില്ല ചെയ്യാനും അത് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള ധൈര്യമാണ് ഫഹദിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ്. ഫഹദ് ഫാസിൽ ഒരു നടൻ മാത്രമല്ല, മലയാള സിനിമയിലെ ഒരു പുതിയ ട്രെൻഡിന്റെ മുഖം കൂടിയാണ്. പലപ്പോഴും അദ്ദേഹം നായനാകുന്ന സിനിമകൾ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകുന്നതാണ്. ബോക്സ് ഓഫീസ് വിജയം മാത്രം ലക്ഷ്യം വെക്കുന്ന സ്ഥിരം ഫോർമുല കഥകളെ അദ്ദേഹം അധികം തിരഞ്ഞെടുത്തില്ല. അത് നോർത്ത് 24 കാതം പോലുള്ള സിനിമയായാലും മാലിക് പോലെയുള്ള സിനിമയായാലും ഫഹദ് എപ്പോഴും നൽകിയ പ്രാധാന്യം കഥാപാത്രത്തിന്റെ ആഴത്തിലാണ്. പുഷ്പ, വിക്രം തുടങ്ങിയ അന്യഭാഷാ സിനിമകളിലൂടെ ചെറിയ റോളിൽ പോലും എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. എന്നാൽ ആവേശം എന്ന സിനിമയിലൂടെ മാസ് റോളുകൾ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ എല്ലാം വായടപ്പിക്കുന്ന ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത്. വെള്ള ഡ്രസ്സും സ്വർണ്ണമാലയുടെ രംഗൻ എന്ന ഡോണായ ഫഹദ് സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നായി മാറി. ആ കഥാപാത്രത്തിന് എനർജിയും കോമഡിയും മാസും ഫഹദ് തന്റേതായ ശൈലി തന്നെ അവതരിപ്പിച്ചു. ഇതോടെ ഏത് റോളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ഫഹദ് വീണ്ടും തെളിയിച്ചു. ഒരു സ്റ്റാർ എന്നതിലുപരി ഒരു നടൻ എന്ന നിലയിലുള്ള കഴിവാണ് പ്രധാനം എന്ന് അദ്ദേഹം ഓരോ സിനിമയിലൂടെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ഫഹദ് ഫാസിലിന്റെ അഭിനയത്തിന്റെ യഥാർത്ഥ രഹസ്യം? അത് വലിയ ഡയലോഗുകളോ തീ വാർന്ന ഫൈറ്റിലോ അല്ല, പകരം ഒരു നോട്ടത്തിൽ, ഒരു ചെറിയ ചിരിയും പുരികത്തിന്റെ ഒരു ചലനത്തിൽ, എന്തിന് ഒരു നിമിഷത്തെ ഒരു സൈലൻസിന് പോലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൂക്ഷ്മമായ ഒരു കലയാണ് അദ്ദേഹത്തിന്റെ അഭിനയം. ആദ്യ സിനിമ പരാജയപ്പെട്ടിടത്തു നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച നടന്മാരൊരാളെ അദ്ദേഹം മാറുന്നത് ഈ ഒരു അഭിനയ ശൈലി കൊണ്ട് മാത്രം. ഫഹദ് ഫാസിൽ വെറും സ്റ്റാർ അല്ല, അദ്ദേഹം അഭിനയത്തിൽ പുതിയ വഴികൾ വെട്ടി തുറക്കുന്ന, മിണ്ടാതെ ഒരുപാട് സംസാരിക്കുന്ന ഒരു പെർഫോമർ.